ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. പ്രണാം. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. പ്രണാമം. ഹരേ കൃഷ്ണ. എല്ലാവർക്കും പ്രണാമം. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ ഓം നമോ കൃഷ്ണ. ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനാശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരിണേ. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंद. हरे कृष्ण 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 हरे हरे. हरे राम 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 हरे हरे. हरे कृष्ण. निगम कल्पतरोर्गलिदं फलं सुखमुखामृतद्रव संयुतं पिबत भागवतं रसमालयं मुहुरहो रसिका भुवि भावुकाः. नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्. नष्टप्रायेषु भद्रेषु नित्यं भागवत सेवया भगवते उत्तमश्लोके भक्तिर्भवति नैष्ठकी. कृष्णाय वासुदेवाय देवकी नन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः. हरे कृष्ण 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 हरे हरे. हरे राम 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 हरे हरे. ഹരേ കൃഷ്ണ. ശ്രീ രാധാ ഗോവിന്ദൻ പോലീസ് കോൺ ബാംഗ്ലൂരിന്റെ ഭാഗവതം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹരേ കൃഷ്ണ മാതാജി. പ്രണാം മാതാജി. കൃഷ്ണ. എല്ലാവർക്കും പ്രണാമം. എല്ലാവർക്കും ഉത്രാട ദിനാശംസകൾ. ഹരേ കൃഷ്ണ. ഉത്രാടായിട്ട് ഹരേ കൃഷ്ണ. എല്ലാവർക്കും പ്രണാമം. അപ്പൊ നമ്മളിന്ന് ഹരേ കൃഷ്ണ. അപ്പൊ നമ്മളിന്ന് വാമനാവതാരത്തെ കുറിച്ച് മഹാബലി ചക്രവർത്തിയുടെ കഥയാണ് നമ്മൾ നോക്കുന്നത്. 2 ദിവസം ഇന്നും നാളെയായിട്ട് നമുക്കത് നോക്കാം. അറിയില്ല, പ്രഭു പറഞ്ഞത് കൊണ്ട് ചെയ്തു നോക്കുന്നതാണ്. ഒരു പരിശ്രമം മാത്രമാണ്. 8ാമത്തെ സ്കന്ധത്തിലാണ് നമ്മളെ ഭഗവാന്റെ വാമനാവതാരത്തെ കുറിച്ച് പറയുന്നത്. അപ്പൊ 8ാമത്തെ സ്കന്ധാണെന്ന് എടുക്കുന്നത് കേട്ടോ. 8ാമത്തെ സ്കന്ധം, അഷ്ടമ സ്കന്ധം. ബുക്കുള്ളവര് വേണിച്ച് വയ്ക്കാം, വിരോധമില്ല. അപ്പൊ നമ്മളിന്ന് 8ാമത്തെ സ്കന്ധത്തിലെ 15ാമത്തെ അധ്യായം മുതൽ 23ാമത്തെ അധ്യായം വരെയാണ് ഇത് പറയുന്നത്. ഭഗവാന്റെ വാമനാവതാരത്തെ കുറിച്ചും മഹാബലി ചക്രവർത്തിയെ കുറിച്ച് പറയുന്നത് 8ാമത്തെ സ്കന്ധം 15ാമത്തെ അധ്യായം തൊട്ട് 23 വരെ ഉള്ള അധ്യായത്തിലാണ് അതിനെ കുറിച്ച് പറയുന്നത്. ഓണായതുകൊണ്ടാണോ അങ്ങനെ? ഓണായതുകൊണ്ടാണോ? അതെ മാതാജി, ഓണായതുകൊണ്ട് നമ്മളിഷ്ട പ്രഭുജി പറഞ്ഞതാണ് ഓണം സ്പെഷ്യൽ ആയിട്ട് അത് പറഞ്ഞു കൊടുക്കാനായിട്ട്. അപ്പൊ അതുകൊണ്ട് നമ്മളിന്ന് പറയുന്നത് കേട്ടാ. അപ്പൊ അത് സമ്മറി ആയിട്ടാണ് എടുക്കുന്നത്. കാരണം ഇത്ര അധ്യായം നമുക്ക് 2 ദിവസം കൊണ്ട് കവർ ചെയ്യാൻ പറ്റില്ലല്ലോ എന്തായാലും. അപ്പൊ അതുകൊണ്ട് ഇത്ര അധ്യായങ്ങള് നമ്മള് സമ്മറി ആയിട്ട് പറഞ്ഞു തരാൻ നോക്കാണ്. അപ്പൊ നമ്മളൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു മഹാബലി ചക്രവർത്തിയെ കുറിച്ച് അല്ല, നമ്മളൊരു കൺസെപ്റ്റ് വേറെയാണല്ലോ. അപ്പൊ അതാണോ അല്ലെന്നുള്ളത് നമുക്ക് ഭാഗവതത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. ഓണായതുകൊണ്ട്, ഓണം സ്പെഷ്യൽ ആണെന്ന്, അതുകൊണ്ട് ഇന്നും നാളെയും അതിന്റെ ആയിരിക്കാം നമുക്ക്.
ഹരേ കൃഷ്ണ. അപ്പൊ നമുക്ക് ഹരേ കൃഷ്ണ. അപ്പൊ എല്ലാവർക്കും പ്രണാമം. അപ്പൊ നമ്മളിന്ന് ഒരു മിനിറ്റ് ഞാൻ മ്യൂട്ട് ചെയ്യണ്ടേ. എത്രാമത്തെ സ്കന്ധവും മാതാജി? എട്ടാമത്തെ സ്കന്ധം. കളറ് പിങ്ക് ആണ് പറയല്ലേ, ഡാർക്ക് പിങ്ക്. ഇതാണ് കളറ്, കണ്ടില്ലേ? അഷ്ടമസ്കന്ധം എന്ന് എഴുതിയിട്ടുള്ളത്. അതില് 15-ാമത്തെ അധ്യായം തൊട്ട് 23-ാമത്തെ അധ്യായം വരെ അതിലാണ് പറയുന്നത്. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മള് 15-ാമത്തെ അധ്യായം തൊട്ട് തുടങ്ങാം. മഹാബലി ചക്രവർത്തി സ്വർഗലോകങ്ങളെ കീഴടക്കുന്നു. അതാണ് അധ്യായം 15 തുടങ്ങുന്നത്. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകങ്ങള് നമ്മൾ നോക്കിയിട്ടില്ല. അതില് ശ്ലോകങ്ങൾ വായിച്ചൊല്ലാനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാവില്ലേ, കുറെ ഉണ്ടാവുമല്ലോ. അപ്പം അതുകൊണ്ട് അതിന്റെ സമ്മറി ഓരോ അധ്യായത്തിന്റെ നമ്മൾ പറയാറില്ല, അതേപോലെ സമ്മറി ആയിട്ട് നമുക്ക് പറയാം. കുറച്ചധികം ഇല്ല അധ്യായങ്ങൾ. അപ്പോൾ ഫസ്റ്റ് എട്ടാമത്തെ സ്കന്ധത്തിലെ 15-ാമത്തെ അധ്യായം മഹാബലി സ്വർഗലോകങ്ങളെ കീഴടക്കുന്നു. മഹാബലി ചക്രവർത്തി സ്വർഗലോകങ്ങളെ കീഴടക്കുന്നു. അതാണ് ഫസ്റ്റ് നമ്മൾ തുടങ്ങുന്ന അധ്യായം, 15-ാമത്തെ അധ്യായം. ഇതിൽ ഭഗവാന്റെ അവതാരങ്ങളെ കുറിച്ചാണ് ഈ സ്കന്ധത്തിൽ പറയുന്നത്. ഭഗവാന്റെ മത്സ്യാവതാരത്തെ കുറിച്ചും പിന്നെ അതേപോലെ എല്ലാ അവതാരങ്ങളെ കുറിച്ച് ഇതിൽ കുറെ പറയുന്നുണ്ട്. ഇതിൽ നമ്മൾ വാമനാവതാരത്തെ കുറിച്ച് മാത്രമാണ് ഇപ്പൊ നോക്കുന്നത്. അപ്പൊ ഈ അധ്യായത്തിനെ നമുക്ക് പറയാൻ എളുപ്പത്തിന് 3 ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടാണ് നമ്മളിപ്പോ ഇതിനെ പറയുന്നത്. അപ്പൊ ഒന്നാമത്തെ 15-ാമത്തെ അധ്യായത്തിനെ 3 ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ട്, അപ്പൊ ഇതില് ബലി മഹാരാജാവിന്റെ ഉയർച്ചയെക്കുറിച്ചും ഇന്ദ്രപുരിയുടെ വിവരണത്തെക്കുറിച്ചും ആ ബലി മഹാരാജാവിന്റെ വിവരണത്തെക്കുറിച്ചും അങ്ങനെ 3 ഭാഗങ്ങളായിട്ട് തിരിക്കുക നമുക്ക്. അപ്പൊ ഇതിലെ 1-ാമത്തെ തൊട്ട് 11 വരെയുള്ള ശ്ലോകങ്ങളില് ബലി മഹാരാജാവിന്റെ ശക്തി ലഭിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് പരീക്ഷിത്ത് മഹാരാജാവ് ചോദിക്കുന്നതാണ്. അങ്ങനെയാണ് ഇത് തുടങ്ങുന്നത്, പരീക്ഷിത്ത് മഹാരാജാവിന്റെ ചോദ്യത്തിലൂടെ. 1-2 ശ്ലോകത്തില് പരീക്ഷിത്ത് മഹാരാജാവ് ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം, അതാണ് പ്രധാനപ്പെട്ട ഒരു ശ്ലോകമാണത്. എല്ലാറ്റിന്റെയും ഉടമയായിട്ടുള്ള ഭഗവാൻ, ആ ഭഗവാൻ എന്തിനാണ് വാമന അവതാരം എടുത്തിട്ട് വാമനദേവനായിട്ട് ബലി മഹാരാജാവിനോട് 3 അടി സ്ഥലം ചോദിച്ചത്? പിന്നീട് എന്തിനാണ് അദ്ദേഹത്തെ ബന്ധിച്ചത്? ഇങ്ങനെയാണ് അധ്യായം തുടങ്ങുന്നത്. 15-ാമത്തെ അധ്യായം തുടങ്ങുന്നത് അങ്ങനെയാണ്. വാമനാവതാരം എടുത്തുകൊണ്ട് ഭഗവാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഖില ലോകനാഥനാണ് ഭഗവാൻ. ആ ഭഗവാൻ എന്തുകൊണ്ടാണ് ബലി മഹാരാജാവിൽ നിന്ന് 3 അടി മണ്ണ് ദാനമായിട്ട് ചോദിക്കുന്നത്? 3 അടി സ്ഥലം ചോദിച്ചത് എന്തിനാണ്? അദ്ദേഹത്തെ എന്തിനാണ് ബന്ധിച്ചത്? അതാണ് അധ്യായത്തിന്റെ തുടക്കം. ബലി മഹാരാജാവ് ഇന്ദ്രനുമായിട്ടുള്ള യുദ്ധത്തില് ബലി മഹാരാജാവ് പരാജയപ്പെട്ട് മരണം സംഭവിക്കും. അതിനുശേഷം ശുക്രാചാര്യരുടെ കൃപ കൊണ്ടാണ് അദ്ദേഹത്തിന് വീണ്ടും ജീവൻ ലഭിക്കുന്നത്. ആർക്ക്? മഹാബലി ചക്രവർത്തിക്ക്. പിന്നെ അതിനുശേഷം ബലി മഹാരാജാവ് ശുക്രാചാര്യരെ തന്റെ ഗുരുവായിട്ട് സ്വീകരിച്ച് പൂർണ്ണ സമർപ്പണത്തോടു കൂടി ആ ഗുരുവിനെ സേവിക്കുകയാണ്. അപ്പൊ ബലി മഹാരാജാവിന്റെ ആ സേവനത്തില് പ്രസന്നരായിട്ട് ഭൃഗുവംശത്തിലെ ബ്രാഹ്മണരെല്ലാം അദ്ദേഹത്തിനോട് വിശ്വജിത്ത് യജ്ഞം നടത്താനായിട്ട് അദ്ദേഹത്തെ കൊണ്ട് വിശ്വജിത്ത് യജ്ഞം നടത്തിക്കുകയാണ്. അപ്പൊ ആ യജ്ഞത്തില് അദ്ദേഹത്തിന് ദിവ്യമായ രഥം, കുതിരകള്, പതാക, വില്ല്, അമ്പ്, കവചം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന് ലഭിക്കും. മാത്രമല്ല പ്രഹ്ലാദ മഹാരാജാവ് അദ്ദേഹത്തിന് ഒരിക്കലും വാടാത്ത പുഷ്പമാല നൽകും. ശുക്രാചാര്യര് ശംഖ് നൽകും. അപ്പൊ ഇങ്ങനെ ഇതൊക്കെ ലഭിച്ചപ്പോ എന്നിരുന്നാലും അദ്ദേഹം എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ അദ്ദേഹം ആദ്യം ബ്രാഹ്മണരെയും പിന്നെ ഗുരുവായിട്ടുള്ള ശുക്രാചാര്യരെയും മുത്തച്ഛനായിട്ടുള്ള പ്രഹ്ലാദ മഹാരാജാവിനൊക്കെ നമസ്കരിക്കുക ചെയ്യുന്നത്. അപ്പൊ എല്ലാവരോടും ആ കാണിക്കേണ്ട ആദരവ് എന്നിട്ടും ആര് കാണിച്ചു? ബലി മഹാരാജാവ് കാണിച്ചു. അപ്പൊ തുടർന്ന് അദ്ദേഹം ബലി മഹാരാജ എന്ന് വെച്ചാൽ അസുരന്മാരുടെ ചക്രവർത്തിയാണ്. അപ്പൊ ഈ അസുര സൈന്യവുമായിട്ട് അദ്ദേഹം ഇന്ദ്രപുരിയിലേക്ക് പുറപ്പെടാണ്. അപ്പോൾ അവിടെ ഇത്രയും നമുക്ക് മനസ്സിലാവുന്നത്, ഇത്രയും ശക്തി ലഭിച്ചിട്ടും അദ്ദേഹം എന്ത് മറന്നില്ല? ഗുരുവിനോടുള്ള സേവയും അതുപോലെ തന്നെ മറ്റുള്ള മഹാത്മാക്കളോടുള്ള കാണിക്കേണ്ട ഒരു മര്യാദയും ആരും മറന്നില്ല, ബലി മഹാരാജാവ് മറന്നില്ല. അപ്പൊ അവരുടെയൊക്കെ അനുഗ്രഹം കൊണ്ട് ഭയങ്കര ശക്തനായിട്ട് മാറി. ഒരു ഭക്തനാണ് അദ്ദേഹം അല്ലെ. അപ്പൊ അനുഗ്രഹം കൊണ്ടും അദ്ദേഹം ശക്തനായിട്ട് മാറാണ് ചെയ്യുന്നത്. അങ്ങനെ 2-ാമത്തെ ഭാഗത്തിലേക്ക് നമുക്ക് കടക്കുമ്പോൾ 12 തൊട്ട് 23 വരെയുള്ള ശ്ലോകങ്ങളിൽ ഇന്ദ്രപുരിയുടെ മഹത്വത്തെക്കുറിച്ചും ബലി മഹാരാജാവ് ആ ഇന്ദ്രപുരിയെ ആക്രമിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അങ്ങനെ ഇന്ദ്രന്റെ തലസ്ഥാനമായിട്ടുള്ള സ്വർഗലോകത്തിന്റെ അത്ഭുതകരമായിട്ടുള്ള ഭാഗമാണ് ഇവിടെ വിവരിക്കുന്നത്. ഇനി
ഇപ്പൊ ഇവിടെ പറയുന്നത് നന്ദനവനം പോലെ മനോഹരമായ ഉദ്യാനങ്ങള്, പൂക്കളും ഫലങ്ങളും നിറഞ്ഞ ദിവ്യവൃക്ഷങ്ങള്, ഹംസങ്ങൾ, സാരസങ്ങൾ തുടങ്ങിയ പക്ഷികൾ, ആകാശഗംഗയാൽ ചുറ്റപ്പെട്ട നഗരം, സ്വർണവാതിലുകളുള്ള സ്ഫടിക ഗോപുരങ്ങൾ, രത്നം, വജ്രം, മുത്ത്, പവിഴം എന്നൊക്കെ അലങ്കരിച്ച സ്ഥലങ്ങൾ, അതേപോലെ തന്നെ അനേകം ദിവ്യമായിട്ടുള്ള വിമാനങ്ങൾ, ഗന്ധർവന്മാരുടെ സംഗീതം, നൃത്തം, മൃദംഗം, വീണ, വേണു തുടങ്ങിയ വാദ്യങ്ങളുടെ ശബ്ദം, ഇങ്ങനെ എല്ലാം കൊണ്ടും വളരെ എന്താണ് പറഞ്ഞത്, മഹത്വം പറയുകയാണെങ്കിൽ ആ സ്വർഗലോകത്തിന് വളരെ പ്രധാനപ്പെട്ടതായിട്ടാണ് പറയുന്നത്. അപ്പൊ അവിടെ ആർക്ക് പ്രവേശനമില്ല? അധാർമികൾക്കോ അസൂയുള്ളവർക്കോ മറ്റ് ജീവജാലങ്ങൾ ഉപദ്രവിക്കുന്നവർക്ക്, വഞ്ചകർക്ക്, അഹങ്കാരികൾക്ക്, കാമികൾക്ക്, ലോഭികൾക്കൊന്നും എവിടെ പ്രവേശിക്കാൻ സാധിക്കില്ല? ഈ സ്വർഗലോകത്തിൽ പ്രവേശിക്കാൻ സാധിക്കില്ല. ശ്ലോകം 22 പറയുന്നുണ്ടത്. അപ്പൊ അവിടെ പ്രവേശിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ സ്വർഗീയ സൗകര്യങ്ങൾ ലഭിക്കുന്നതിന് നമുക്ക് എന്ത് വേണം? നല്ല സ്വഭാവം അത്യാവശ്യമാണ്, ധാർമ്മികതയും നമുക്ക് അത്യാവശ്യമാണെന്ന് ഇവിടെ ആ ശ്ലോകത്തിലൂടെ എടുത്തു പറയാണ്. അങ്ങനെ ബലിമഹാരാജാവ് ആ ഇന്ദ്രപുരിയെ ചുറ്റി സൈന്യത്തെ വിന്യസിച്ച് ആക്രമണം ആരംഭിക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ശംഖനാദം ദേവന്മാരിൽ എന്ത് സൃഷ്ടിച്ചു? ഭയം സൃഷ്ടിച്ചു. അപ്പോ അങ്ങനെ യുദ്ധം, അവിടെ ബലിമഹാരാജ് എന്താണ്, അവരെ ആക്രമിക്കാനായിട്ട് പോകാണ്. അപ്പോൾ അടുത്ത 3-ാമത്തെ ഭാഗത്തിൽ 24 തൊട്ട് 34 വരെയുള്ള ശ്ലോകത്തില് ബലിമഹാരാജാവിന്റെ വിജയത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ബലിമഹാരാജാവിന്റെ അസാധാരണ ശക്തി കണ്ടിട്ട് ഇന്ദ്രൻ ഭയപ്പെടും. ബലിമഹാരാജാവിന്റെ ശക്തി കണ്ട് ഇന്ദ്രൻ ഭയപ്പെട്ടു. ഹരേ കൃഷ്ണ. അപ്പൊ ബലിമഹാരാജാവിന്റെ ശക്തി കണ്ടിട്ട് ഇതിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കണോ? നമുക്ക് ക്വസ്റ്റ്യൻ വേണോ? മ്യൂട്ടാന്ന് തോന്നുന്നു എല്ലാവരും. ഹരേ കൃഷ്ണ മാതാജി, ഇന്ദു മാതാജി ഹരേ കൃഷ്ണ. ആയിക്കോട്ടെ, ശരി ശരി, മാതാജി, അപ്പൊ പഠിക്കാൻ എളുപ്പമാവും. ഓക്കെ ഓക്കെ. അപ്പൊ ഇവിടെ ഹരേ കൃഷ്ണ. അപ്പോ മഹാരാജാവിന്റെ അസാധാരണമായ ശക്തി കണ്ട് ഇന്ദ്രൻ ഇന്ദ്രന് ഭയം വന്നു. ഇന്ദ്രൻ ഭയപ്പെട്ടു, തന്റെ ഗുരുവായിട്ടുള്ള ബൃഹസ്പതിയെ സമീപിച്ചു. അപ്പോ ബലിക്ക് ഇത്ര ശക്തി എവിടെ നിന്നാണ് കിട്ടിയതെന്ന് ആർക്കും മനസ്സിലാവണില്ല, ഇന്ദ്രന് മനസ്സിലാവണില്ല. അപ്പൊ ഇന്ദ്രൻ ഗുരുവിനോട് ചോദിക്കുകയാണ്, ഇത്രയും വലിയ ശക്തി, ഇത്രയും ശക്തിമാനായത് എങ്ങനെയാണ് ബലി മഹാരാജാവ്? അപ്പോ ബൃഹസ്പതി പറയാണ്, ഭൃഗുവംശത്തിലെ ബ്രാഹ്മണന്മാര് ബലി മഹാരാജാവിന് ആത്മീയ തേജസ് പകർന്നു, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്രയും ശക്തി ലഭിച്ചതെന്ന്. അപ്പൊ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു കൊടുക്കാണ്, ഇപ്പോ നിങ്ങൾക്ക് അതിന് സമയമായിട്ടില്ല, അപ്പൊ നിങ്ങൾ ഇപ്പോ സ്വർഗലോകം വിട്ട് ശരിയായ സമയത്തിനായിട്ട് കാത്തിരിക്കുക എന്ന് പറയണം. അപ്പൊ ശ്ലോകം 29 പറയുന്നുണ്ട്, ഭഗവാൻ ഹരിയെ ഒഴികെ മറ്റാർക്കും ഇപ്പോ ബലിമഹാരാജാവിനെ ജയിക്കാൻ സാധിക്കില്ല. ഭഗവാന് മാത്രമേ ബലിമഹാരാജാവിനെ ജയിക്കാൻ സാധിക്കുള്ളൂ, വേറെ ആർക്കും സാധിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഇപ്പൊ സ്വർഗലോകം വിട്ടു പോയിട്ട് ആ ശരിയായ നമുക്ക് അനുയോജ്യമായ സമയത്തിനായിട്ട് കാത്തിരിക്കാനായിട്ട് ഇവിടെ ബൃഹസ്പതി ഇന്ദ്രനെ ഉപദേശിക്കുകയാണ്. അപ്പൊ ഇന്ദ്രൻ ഉപദേശിച്ചപ്പോ ദേവന്മാര് ആ ഗുരുവിന്റെ നിർദ്ദേശപ്രകാരം സ്വർഗലോകം വിട്ടുപോയി. തുടർന്ന് ബലിമഹാരാജാവ് ഇന്ദ്രന്റെ സ്വർഗലോകം കൈവശപ്പെടുത്തി. അപ്പൊ 3 ലോകങ്ങളും തന്റെ നിയന്ത്രണത്തിലാക്കി. അപ്പൊ ഭൃഗുവംശത്തിലെ ബ്രാഹ്മണന്മാര് അദ്ദേഹത്തോട് 100 അശ്വമേധ യജ്ഞങ്ങൾ നടത്താനായിട്ട് പറയാണ് ബലിമഹാരാജാവിന്റെ അടുത്ത്. അങ്ങനെ അദ്ദേഹം ആ യജ്ഞങ്ങളൊക്കെ നടത്തിയപ്പോൾ അദ്ദേഹം ആരായിട്ട് മാറി? വളരെ ശക്തിമാനായിട്ട് മാറി. അപ്പോൾ ബൃഹസ്പതി പറയുന്നത് ഇവിടെ അതാണ് 31-ാമത്തെ ശ്ലോകത്തിൽ പറയുന്ന ഒരു ഭാവി സൂചന തരാണ്. അവിടെ ബ്രാഹ്മണന്മാരുടെ അനുഗ്രഹം കൊണ്ട് ബലിമഹാരാജാവ് ഇപ്പോ അതിശക്തനാണ്. പക്ഷെ പിന്നീട് അദ്ദേഹം ആ ബ്രാഹ്മണരെ തന്നെ അപമാനിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ശക്തിയും സാമ്രാജ്യവും നശിച്ചു പോകും. അപ്പൊ അത് എന്തിനുള്ള സൂചനയാണ്? അവിടെ ബലിമഹാരാജാവിനെ തകർക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് ഭഗവാന്റെ വാമനാവതാരത്തിന്റെ ലീലയുടെ സൂചനയാണ് പറയുന്നത്. അപ്പൊ വാമനാവതാരം വരുമ്പോ ആ വാമനദേവനെ പ്രസാദിപ്പിക്കാനായിട്ട് ബലിമഹാരാജാവ് എന്ത് ചെയ്യേണ്ടി വരും? ശുക്രാചാര്യരുടെ നിർദ്ദേശത്തെ പോലും മറികടക്കേണ്ട ഒരു സാഹചര്യം വരും. അപ്പോൾ ആ സമയത്ത് എന്ത് സംഭവിക്കും? അദ്ദേഹത്തിന്റെ ശക്തിയും സാമ്രാജ്യവും ഒക്കെ നശിക്കും എന്നിവിടെ 31-ാമത്തെ ശ്ലോകത്തിൽ ബൃഹസ്പതി പറയുന്നതാണ്. ഇതിൽ പറയുകയാണെങ്കിൽ 1-ാമത്തെ 2-ാമത്തെ ശ്ലോകം പരീക്ഷിത് മഹാരാജാവിന്റെ ചോദ്യം, അങ്ങനെയാണ് ഈ അധ്യായം അവസാനിക്കുന്നത്. 15-ാമത്തെ അധ്യായം 34 ശ്ലോകങ്ങളാണ് ഉള്ളത്. അപ്പൊ അത് അങ്ങനെ പറഞ്ഞുകൊണ്ട് ആ അധ്യായം അവിടെ അവസാനിക്കുകയാണ്. അപ്പൊ അതില് പ്രധാനപ്പെട്ട ശ്ലോകങ്ങൾ 34 അല്ലല്ലോ 36 ശ്ലോകങ്ങൾ അതിലുള്ളത്. അപ്പൊ അതില് 1-ാമത്തെ 2-ാമത്തെ ശ്ലോകത്തിൽ പറയുന്ന ചോദ്യം, പരീക്ഷിത് മഹാരാജാവ് ചോദിക്കുന്നത്, എന്തിനാണ് വാമനദേവൻ 3 അടി സ്ഥലം ചോദിച്ചത്? പിന്നെ അതുപോലെ തന്നെ എല്ലാറ്റിന്റെയും ഉടമയായിരിക്കെ എന്തിനാണ് ബലി മഹാരാജാവിനോട് ഭിക്ഷ ചോദിച്ചതെന്നാണ് ചോദിക്കുന്നത്. പിന്നെ ബലി മഹാരാജാവിന്റെ ഗുരുഭക്തി എടുത്തു പറയേണ്ടതാണ്. അവിടെ ബലി മഹാരാജാവിന്റെ ഗുരുഭക്തിയും അദ്ദേഹത്തിന്റെ വിനയവും പിന്നെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കാത്തവരെ കുറിച്ച് നമ്മൾ പറഞ്ഞു.
ഗുരുവിനോടുള്ള ഭക്തി. അത് പിന്നെ പ്രധാനപ്പെട്ട ഒരു ശ്ലോകം, ഭഗവാൻ ഒഴികെ വേറെ ആർക്കും ആരെ ജയിക്കാൻ സാധിക്കില്ല, ബലി മഹാരാജാവിനെ ജയിക്കാനായിട്ട് സാധിക്കില്ല, അതുകൊണ്ട് അനുയോജ്യമായ സമയത്തിനായിട്ട് കാത്തിരിക്കുക. അങ്ങനെയാണ് ആ അധ്യായം അവസാനിക്കുന്നത്. പിന്നെ വന്നിട്ട് അടുത്ത 16-ാമത്തെ അധ്യായം. 16-ാമത്തെ അധ്യായത്തില് പയോവ്രതാനുഷ്ഠാനം, അതാണ് അധ്യായത്തിന്റെ പേര്. അധ്യായം 16 പയോവ്രതാനുഷ്ഠാനം എന്ന് പറയുന്നതാണ് അധ്യായം. അപ്പൊ അതില് പയോവ്രതാനുഷ്ഠാനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വ്രതമാണത്, അതിനെക്കുറിച്ച്. അപ്പൊ ഈ അധ്യായത്തിന് ഇതില് ശ്ലോകങ്ങള് കുറച്ചധികം ശ്ലോകങ്ങളുണ്ട് ഇതിൽ. അപ്പൊ അതിനെ നമുക്ക് 4 ഭാഗമാക്കിയിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ഇതില് 62 ശ്ലോകങ്ങൾ ഉണ്ട് അതില്. ചെറിയ ഭാവാർത്ഥാണ് ഇതൊക്കെ. അപ്പൊ അതില് 4 ഭാഗങ്ങളായിട്ട് തിരിച്ച്, ഒന്നാമത്തതില് അതിഥിയുടെ വിഷമം, അതിഥിയുടെ ദുഃഖവും കശ്യപമുനിയുടെ ചോദ്യങ്ങളാണ് 1 മുതൽ 17 വരെയുള്ള ശ്ലോകത്തിൽ പറയുന്നത്. അപ്പൊ ഒന്നാമത്തെ ഭാഗത്തിൽ പറയുന്നത്, ഇപ്പൊ അസുരന്മാര് ദേവന്മാരെ പരാജയപ്പെടുത്തി. അപ്പൊ ബലിമഹാരാജാവ് ദേവന്മാരെ പരാജയപ്പെടുത്തി സ്വർഗലോകത്തിന്റെ അധികാരം മുഴുവനും പിടിച്ചെടുത്തു. അപ്പൊ അതുകൊണ്ട് അതിഥിക്ക് എന്താണ്, അതിഥിക്ക് തന്റെ പുത്രന്മാരായിട്ടുള്ള ദേവന്മാരെ കുറിച്ച് വലിയ ദുഃഖവും അതുപോലെ തന്നെ ആശങ്കയൊക്കെ ഉണ്ടായി. അപ്പൊ ആശങ്ക ഉണ്ടായിട്ട് അങ്ങനെ വിഷമിച്ചിരിക്കുക. അപ്പൊ ഏറെ കാലത്തിന് ശേഷം കശ്യപ മുനി ആശ്രമത്തിലേക്ക് തിരിച്ചെത്തിയപ്പോ അതിഥിയുടെ വിഷാദം ആര് ശ്രദ്ധിച്ചു? കശ്യപ മഹർഷി ശ്രദ്ധിച്ചു. അപ്പൊ ഒരു ഗൃഹസ്ഥന്റെ യഥാർത്ഥ ധർമ്മം എന്താണെന്ന് കശ്യപ മഹർഷി ചോദിക്കുകയാണ് അതിഥിയോട്. അപ്പൊ അതിഥികളെ ആദരിക്കാതുണ്ടോ, അല്ലെങ്കിൽ ബ്രാഹ്മണരെയും പശുക്കളെയും സംരക്ഷിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ യജ്ഞാദി കർമ്മങ്ങൾ ശരിയായി ചെയ്യുന്നുണ്ടോ, അങ്ങനെ എന്താണെന്നുള്ളത് അദ്ദേഹം ചോദിക്കുകയാണ്. അപ്പൊ അതിഥി തന്റെ ഭാഗത്തു നിന്നും ധർമ്മത്തിന് വീഴ്ചയൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയാണ്. പക്ഷെ തന്റെ ദുഃഖത്തിന് കാരണം എന്താണ്? തന്റെ പുത്രന്മാരായിട്ടുള്ള ദേവന്മാർക്ക് അവരുടെ രാജ്യം നഷ്ടപ്പെട്ടു, അതാണ് തന്റെ യഥാർത്ഥ ദുഃഖം എന്നുള്ളത് അതിഥി പറയാണ്. അപ്പൊ അതുകൊണ്ട് എന്റെ പുത്രന്മാർക്ക് അവരുടെ ആ സ്ഥാനം തിരിച്ചു കിട്ടാനായിട്ട് എന്തെങ്കിലും മാർഗം പറഞ്ഞു തരണേന്നാണ് ആരോട് പറയുന്നത്? കശ്യപ മുനിയോട് അതിഥി അപേക്ഷിക്കുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിൽ നമുക്ക് എന്ത് വേണം? അതിന് പരിഹാരം നമ്മൾ തേടണം. അപ്പൊ അത് നമുക്ക് ആരാ പരിഹാരം തരുന്നത്? ഭഗവാനെ ശരണം തേടാം എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. ഇപ്പൊ 2-ാമത്തത് ഭാഗം പറയുന്നത് കശ്യപ മുനിയുടെ ആത്മീയ ഉപദേശമാണ് കൊടുക്കുന്നത്. അപ്പൊ ഇവിടെ അതിഥിയുടെ പുത്രന്മാരോടുള്ള അറ്റാച്ച്മെന്റ് ആണ്, അമിതമായിട്ടുള്ള അറ്റാച്ച്മെന്റ് കണ്ടപ്പോ കശ്യപ മഹർഷി പറയാണ്, ഭൗതിക ബന്ധങ്ങളെല്ലാം എങ്ങനെയാണ്? അതെല്ലാം താൽക്കാലികമായിട്ടുള്ളതാണ്. നമ്മുടെ ഈ ശരീരം എന്ന് പറയുന്നത് പഞ്ചഭൂതങ്ങൾ കൊണ്ട് നിർമ്മിച്ചതാണ്. ആത്മാവ് എന്ന് പറയുന്നത് ശരീരത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇത് എന്റെ ഭർത്താവ്, ഇതെന്റെ മക്കള് എന്ന ഭൗതികമായ തിരിച്ചറിവ് മായയുടെ സ്വാധീനം കൊണ്ടുണ്ടാകുന്നതാണ് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എന്നൊക്കെ പറഞ്ഞെങ്കിലും കശ്യപ മഹർഷി അതിഥിയുടെ ആ ദുഃഖത്തെ അവഗണിച്ചില്ല. അപ്പൊ അദ്ദേഹം പറയാണ്, ശരി, നീ എന്ത് ചെയ്യൂ? അദ്ദേഹം പറയാണ്, ഭഗവാൻ ഹരിയെ ഭക്തിയോടെ ആരാധിക്കാനായിട്ട് പറയാണ്. അങ്ങനെയാണ് ഉപദേശം കൊടുക്കുന്നത്. ഭഗവാൻ ശ്രീഹരിയെ ഭക്തിയോട് കൂടി ആരാധിക്കുക. ഭഗവാൻ പ്രസാദിച്ചു കഴിഞ്ഞാൽ എല്ലാ ശുഭഫലങ്ങളും നിനക്ക് ലഭിക്കും. അപ്പൊ അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? ഹരിയെ ആരാധിക്കാനായിട്ട് മഹർഷി പറഞ്ഞു കൊടുക്കാണ്. അപ്പൊ ഭൗതികമായിട്ടുള്ള പല മാർഗങ്ങളുണ്ടെങ്കിലും ശുദ്ധ ഭഗവത് ഭക്തിയാണ് എന്ത് യഥാർത്ഥമായിട്ട് ഫലപ്രദമായിട്ടുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് ഭക്തിയിലൂടെ മാത്രമേ നമുക്ക് എന്ത് സാധിക്കുള്ളൂ? നമ്മൾ എല്ലാ കാര്യത്തിനും നമുക്ക് പരിഹാരം ഉണ്ടാക്കാനായിട്ട് സാധിക്കുള്ളൂ എന്നും കൂടി ഇവിടെ നമുക്ക് മനസ്സിലാക്കാണ്. അപ്പൊ അതിഥി അതുകൊണ്ട് തന്നെ ഭഗവാനെ ആരാധിക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. അപ്പൊ അതെങ്ങനെയാണ് ആരാധിക്കേണ്ടതെന്ന് അതിഥി കശ്യപ മഹർഷിയോട് ചോദിക്കുകയാണ്. അപ്പൊ കശ്യപ മഹർഷി അവൾക്ക് എന്ത് പറഞ്ഞു കൊടുക്കാണ്? ഈ പയോവ്രതത്തെ കുറിച്ച് പറയാണ്. ഒരു പ്രത്യേക വ്രതം ഉപദേശിക്കുകയാണ്, പയോവ്രതം എന്ന പേരില്. ആ പയോവ്രതം എന്ന പേരില് വ്രതം ആചരിക്കാനായിട്ട് പറയാണ്. അപ്പൊ ഭഗവാനെ പ്രസാദിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു മരത്തിന്റെ വേരിൽ വെള്ളമൊഴിച്ചാൽ മുഴുവൻ മരവും പോഷിപ്പിക്കപ്പെടുന്നത് പോലെ ഭഗവാനെ പ്രസാദിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ലഭിക്കും? യഥാർത്ഥ ക്ഷേമം നമുക്ക് എല്ലാവർക്കും ലഭിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി ആ പയോവ്രതത്തെ കുറിച്ചാണ് അടുത്ത ഭാഗം 25 മുതൽ 59 വരെയുള്ള ശ്ലോകത്തില് അതിനെക്കുറിച്ച് പറയുന്നതാണ്. ആ പയോവ്രതത്തിന്റെ നിയമങ്ങളും ഭഗവാനെ ആരാധിക്കുന്നതിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. അപ്പൊ അതില് 12 ദിവസത്തെ പയോവ്രതമാണ് പറയുന്നത്. 12 ദിവസമാണ് പയോവ്രതം അനുഷ്ഠിക്കാനായിട്ട് കശ്യപ മഹർഷി പറയുന്നത്. അപ്പൊ പയോവ്രതത്തിലെ പ്രധാന കാര്യങ്ങൾ എന്ന് പറഞ്ഞാല് പ്രധാനമായിട്ടും എന്താണ് ചെയ്യേണ്ടത്? പാല് മാത്രം സ്വീകരിച്ചുകൊണ്ടാണ് എന്തനുഷ്ഠിക്കുന്നത്? പയോവ്രതം അനുഷ്ഠിക്കുന്നത്. പാല് മാത്രമാണ് സ്വീകരിക്കുന്നത്. ഭഗവാൻ വിഷ്ണുവിനെ ശ്രദ്ധയോടുകൂടി ഭക്തിയോടുകൂടി ആരാധിക്കണം. ദിവസേന ഭഗവാനെ പൂജിക്കുക, മന്ത്രങ്ങൾ ജപിക്കുക വേണം. ബ്രഹ്മചര്യം പാലിക്കണം. നിലത്ത് കിടന്നുറങ്ങുക. ദിവസത്തിൽ 3 പ്രാവശ്യം സ്നാനം ചെയ്യുക. അനാവശ്യമായ
സംസാരങ്ങൾ ഒഴിവാക്കുക. അസൂയ, ഇന്ദ്രിയ സുഖാസക്തി തുടങ്ങിയത് ഒഴിവാക്കണം. ഭഗവാന്റെ വിഗ്രഹം, അഗ്നി, സൂര്യൻ, ജലം, ഗുരു തുടങ്ങിയവരെ ആദരിച്ച് ആരാധിക്കണം. 12-ാം ദിവസത്തിന് ശേഷം പ്രത്യേകമായിട്ട് അഭിഷേകം നടത്തുക. പാല്, തൈര്, നെയ്യ്, തേൻ, പഞ്ചസാര തുടങ്ങിയവ ഉപയോഗിച്ച് ഭഗവാൻ അഭിഷേകം ചെയ്യുന്നു. പിന്നെ ബ്രാഹ്മണരെയും ഗുരുവിനെയും യജ്ഞത്തിലെ സഹായികളെയും ആദരിക്കണം, ദാനം നൽകണം. അവസാനം വിഷ്ണു പ്രസാദം എല്ലാവർക്കും വിതരണം ചെയ്യണം. പ്രസാദം വിതരണം ചെയ്യുമ്പോൾ ഉയർന്നവരാണെന്നോ താഴ്ന്നവരാണെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും എന്ത് ചെയ്യുക? പ്രസാദം വിതരണം ചെയ്യുക. അപ്പൊ ഇതൊക്കെയാണ് ആ പയോവ്രതത്തിന്റെ നിയമങ്ങള്. അപ്പൊ പയോവ്രതം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. വെറുതെ പാല് കുടിച്ചെടുക്കുന്ന വ്രതം മാത്രമല്ല, അതിൽ എന്തൊക്കെ വരുന്നുണ്ട്? നമ്മളെ ജീവിതത്തിൽ ഒരു നിയന്ത്രിതമായ അച്ചടക്കമായ ഒരു ജീവിതം വരുന്നുണ്ട്, ഭഗവാന്റെ ആരാധന വരുന്നുണ്ട്, മന്ത്രജപം വരുന്നുണ്ട്, ദാനം വരുന്നുണ്ട്, പ്രസാദ വിതരണം വരുന്നുണ്ട്. ഇതിനേക്കാളും എല്ലാത്തിലും ഉപരി ഭക്തി വരുന്നുണ്ട്. അപ്പൊ അതാണ് പയോവ്രതം എന്ന് പറഞ്ഞാൽ. അത് വെറുതെ പാല് കുടിച്ചെടുക്കുന്നതല്ല, ഭക്തിയോടുകൂടി ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോഴാണ് ആ വ്രതത്തിന് പൂർണ്ണത കിട്ടുന്നത്. പിന്നെ അടുത്ത 60-62 വരെയുള്ള ശ്ലോകത്തില് ആ പയോവ്രതത്തിന്റെ മഹത്വത്തെ കുറിച്ച് പറയാണ്. അപ്പൊ ഈ ശ്ലോകത്തിൽ പറയുന്നത് പയോവ്രതം എന്ന് പറയുന്നത് സർവയജ്ഞം എന്നാണ് അറിയപ്പെടുന്നത്. എല്ലാ തപസ്സുകളുടെയും സാരമാണ് എന്ത്? ഈ പയോവ്രതം എന്ന് പറയുന്നത്. ദാനത്തിന്റെ സാരവും എന്ത് തന്നെയാണ്? പയോവ്രതമാണ്. അപ്പോൾ ഭഗവാൻ പരമദിവ്യോത്തമ പുരുഷനായ പരമനിയന്ത്രകനായിട്ടുള്ള ഭഗവാൻ വിഷ്ണുവിനെ പ്രസാദിപ്പിക്കാനുള്ള ഒരു ഏറ്റവും ഉത്തമമായിട്ടുള്ള മാർഗമാണ് എന്ത്? ഈ പയോവ്രതം അനുഷ്ഠിക്കുക എന്നുള്ളത്. ഭഗവാനെ പ്രസാദിപ്പിക്കുക എന്നുള്ളതാണ് ഇതിന്റെ യഥാർത്ഥ ലക്ഷ്യം. ഭഗവാനെ പ്രസാദിപ്പിച്ചു കഴിഞ്ഞാലോ ഭക്തന്റെ എല്ലാ അഭിലാഷങ്ങളും ഭഗവാൻ നിറവേറ്റിത്തരും. അപ്പൊ അത് നമുക്ക് അത് ആ പയോവ്രതത്തിന്റെ മഹത്വം പറയുന്നത് അങ്ങനെയാണ്. ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ്? നമ്മളെ ആഗ്രഹങ്ങൾ നിറവേറ്റുന്നതിനേക്കാൾ ഏറ്റവും പ്രധാനം എന്താണ്? ഭഗവാനെ പ്രസാദിപ്പിക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. ഭക്തിയോടുകൂടി ഭഗവാനെ പ്രസാദിപ്പിക്കുക. നമ്മൾ ഭക്തിയോടുകൂടി നമ്മൾ എന്ത് ചെയ്താലും എന്താണ്? ഭഗവാൻ പ്രസാദിക്കും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വ്രതത്തിനേക്കാളും കൂടുതൽ ഭക്തിയോടുകൂടി നമ്മൾ ചെയ്യാന്നുള്ളതാണ്. ഭഗവാൻ പ്രസാദിച്ചു കഴിഞ്ഞാലോ നമ്മുടെ ആവശ്യം എന്താണെന്നുള്ളത് ഭഗവാൻ അറിയാം, ഭഗവാൻ അത് നടത്തി തരികയും ചെയ്യും. അപ്പൊ അതാണ് ആ അധ്യായത്തില്, അതുവരെയാണ് ആ അധ്യായത്തില്, അത്രയാണ് ആ ശ്ലോകം നിൽക്കുന്നത്, 62 ശ്ലോകങ്ങള്. അപ്പൊ പയോവ്രതം അനുഷ്ഠിക്കാനായിട്ട് പറഞ്ഞു. അപ്പൊ അതിന്റെ പേരിൽ അദ്ദേഹം അതിഥി എന്താണ്? പയോവ്രതം അനുഷ്ഠിക്കുകയാണ് ഇനി. അപ്പൊ അത് പയോവ്രതത്തിന്റെ മഹത്വം പറഞ്ഞു നമ്മള്. അതുവരെയല്ല നമ്മൾ. അപ്പൊ അത്രയാണ് നമ്മള് 16-ാമത്തെ അധ്യായത്തില് പറയുന്നത്. ഇനി അടുത്ത അധ്യായത്തിലേക്ക് കടക്കുമ്പോ 17-ാമത്തെ അധ്യായം ഭഗവാൻ അതിഥിയുടെ പുത്രത്വം സ്വീകരിക്കുന്നു. 17-ാമത്തെ അധ്യായത്തില് ഭഗവാൻ അതിഥിയുടെ പുത്രത്വം സ്വീകരിക്കുന്നതാണ് 17-ാമത്തെ അധ്യായം. ഇപ്പൊ 17-ാമത്തെ അധ്യായത്തിനും നമുക്ക് മനസ്സിലാക്കാനായിട്ട് 3 ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ട് 28 ശ്ലോകങ്ങളാണ് അതിലുള്ളത്, തിരിച്ചിട്ടാണ് പറയുന്നത്. അപ്പൊ 1-ാമത്തെ ഭാഗം 10 വരെയുള്ള ശ്ലോകത്തില് അതിഥിയുടെ ആ പയോവ്രതവും ഭഗവാന്റെ ദർശനവും അതാണ് ആദ്യം പറയുന്നത്. അപ്പൊ കശ്യപ മഹർഷിയുടെ നിർദ്ദേശപ്രകാരം അതിഥി 12 ദിവസം പയോവ്രതം അനുഷ്ഠിക്കും. അങ്ങനെ ഒട്ടും അലസതയില്ലാതെ ഗുരുവിന്റെ നിർദ്ദേശപ്രകാരം കൃത്യമായിട്ടാണ് ആര് ചെയ്തത്? അതിഥി അത് ചെയ്യുന്നത്. ഭക്തിയോടുകൂടി ഭഗവാനെ പ്രസാദിപ്പിക്കാന്ന് മാത്രമായിരുന്നു ആരുടെ ലക്ഷ്യം? അതിഥിയുടെ ലക്ഷ്യം. അപ്പൊ അതിലൂടെ ശരിയായ രീതിയിൽ എന്ത് ചെയ്യാൻ സാധിച്ചു? ആ വ്രതം അനുഷ്ഠിക്കാനായിട്ട് അതിഥിക്ക് സാധിച്ചു. അതുപോലെ തന്നെ ഏകാഗ്രമായ ബുദ്ധിയോടുകൂടി ഭഗവാനെ ധ്യാനിക്കുകയും മനസ്സിനെയും ഇന്ദ്രിയങ്ങളൊക്കെ നിയന്ത്രിക്കാനായിട്ട് സാധിച്ചു. യഥാർത്ഥത്തിൽ ഭക്തിയോടെ ഭഗവാനിൽ മനസ്സ് കേന്ദ്രീകരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് എന്തും വരും? ഇന്ദ്രിയ നിയന്ത്രണം തന്നെത്താനെ സംഭവിക്കും. എന്ത് മതി നമുക്ക്? ഭഗവാനിൽ മനസ്സ് കേന്ദ്രീകരിക്കാൻ സാധിക്കുക. പെട്ടെന്ന് നടക്കുന്നല്ല, പക്ഷെ അങ്ങനെ ചെയ്തു വരുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്ത് സാധിക്കും? ഇന്ദ്രിയ നിയന്ത്രണവും സ്വാഭാവികമായിട്ട് വരും. അപ്പൊ പയോവ്രതത്തിൽ സന്തുഷ്ടനായ ഭഗവാൻ വിഷ്ണു 4 കൈകളോട് കൂടി ശംഖ്, ചക്ര, ഗദ, പത്മം ധരിച്ചുകൊണ്ട് പീതാംബരധാരിയായിട്ട് അതിഥിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അപ്പോ പയോവ്രതം അനുഷ്ഠിച്ചപ്പോ ഭഗവാൻ അതിഥിയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാണ്. നാരായണ രൂപത്തിൽ ശംഖ്, ചക്ര, ഗദ, പത്മത്തോടു കൂടി അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടു. അപ്പൊ ഭഗവാനെ നേരിൽ കണ്ട് അതിഥി വളരെ സന്തോഷം, ആനന്ദാണ്. ആനന്ദം കൊണ്ട് എന്ത് ചെയ്തു? നമസ്കരിച്ചു. ഫസ്റ്റ് തന്നെ ഭഗവാനെ പ്രണാമം ചെയ്തു. കണ്ണുകളിൽ നിന്ന് ആനന്ദാശ്രുക്കൾ നിറഞ്ഞൊഴുകായിരുന്നു. കാരണം നേരിട്ട് ഭഗവാനെ കാണാണ്. അപ്പൊ ആ സന്തോഷം കൊണ്ട് ആനന്ദാശ്രുക്കൾ കണ്ണിൽ നിന്ന് ഒഴുകിക്കൊണ്ടിരുന്നു. പിന്നെ ഭഗവാനെ സ്തുതിക്കുകയാണ്. എന്താണ്? ഭഗവാൻ യജ്ഞപതി, ജഗത്പതി, ദീനധാതൻ, അച്യുതൻ, അങ്ങനെ പുതിയ നാമങ്ങൾ, ഭഗവാന്റെ നാമങ്ങൾ പറഞ്ഞുകൊണ്ട് ഭഗവാനെ സ്തുതിച്ചു. അപ്പൊ ഭഗവാൻ സംതൃപ്തനായിക്കൊണ്ട് എന്താണ് പറഞ്ഞത്? ദീർഘായുസ്, സമ്പത്ത്, ജ്ഞാനം, യോഗസിദ്ധികൾ ഇതൊക്കെ ലഭിക്കുമെന്ന്
ഇതൊക്കെ ലഭിക്കാമെന്ന് അതിഥി പറയാണ്. അപ്പൊ ഭഗവാൻ സംതൃപ്തനായി കഴിഞ്ഞാല് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്ക് ലഭിക്കും എന്ന് അതിഥി പറയാണ്. അവിടെ ദീർഘായുസ് ഉണ്ടാകും, സമ്പത്ത് ഉണ്ടാവും, ജ്ഞാനം ഉണ്ടാവും, യോഗാസിദ്ധികൾ ഇതൊക്കെ ലഭിക്കാം. പക്ഷെ എന്താണ് പറഞ്ഞത് അവിടെ പറയുന്നത്? ഇതെല്ലാം നൽകാൻ കഴിയുന്ന ഭഗവാന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? ഭക്തന്മാരുടെ സങ്കടം മനസ്സിലാക്കി അവരെ സംരക്ഷിക്കുന്നതാണ്. അപ്പൊ പറയുന്നു ഇതൊക്കെ ഭഗവാന് നൽകാൻ സാധിക്കും. പക്ഷെ അത് മാത്രമല്ല, ഇതെല്ലാം നൽകാൻ കഴിയുന്ന ഭഗവാൻ ഒന്നുകൂടി അറിയാം, നമ്മുടെ ഉള്ളിലെ പരമാത്മാവായിട്ടിരിക്കുന്ന ഭഗവാനാണ്. നമ്മുടെ സങ്കടം ആർക്ക് മനസ്സിലാകും? ഭഗവാന് മനസ്സിലാകും. അപ്പൊ ഭക്തന്മാരുടെ സങ്കടം മനസ്സിലാക്കി അവരെ സംരക്ഷിക്കും എന്നുള്ളതാണ് ആരുടെ പ്രത്യേകത? ഭഗവാന്റെ പ്രത്യേകത. അപ്പോൾ നമുക്ക് എന്ന് മനസ്സിലാക്കാം, നമ്മൾ ഏകാഗ്രമായ ഭക്തിയോടുകൂടി വിശ്വാസത്തോടുകൂടി ഭഗവാനെ നമ്മൾ ആരാധിക്കുകയാണെങ്കിൽ നമുക്ക് ഭഗവാന്റെ കൃപ ലഭിക്കുന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഇനി അടുത്ത 11 മുതൽ 20 വരെയുള്ള ശ്ലോകത്തില് ഭഗവാൻ അതിഥിയുടെ ആഗ്രഹം അംഗീകരിക്കുകയാണ്. അപ്പൊ അതിഥിയുടെ പ്രാർത്ഥന കേട്ട ഭഗവാൻ അതിഥിയുടെ ഹൃദയത്തിലുള്ള തന്റെ അതിഥിയുടെ ആഗ്രഹം എന്താണെന്നുള്ളത് ഭഗവാൻ അറിയാന്നുള്ളത് ഭഗവാൻ പറയാണ്. കാരണം പരമാത്മാവായിട്ട് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഭഗവാന് നമ്മളെ ചിന്തകളും എല്ലാതും അറിയാനായിട്ട് സാധിക്കും. അപ്പൊ ഭഗവാൻ പറയാണ്, എനിക്കറിയാം അതിഥിയുടെ ആഗ്രഹം എന്താണെന്ന് എനിക്കറിയാം. ദൈത്യന്മാര് ദേവന്മാരെ പരാജയപ്പെടുത്തി അവരുടെ സമ്പത്തും സ്വർഗീയ സ്ഥാനമെല്ലാം നഷ്ടപ്പെടുത്തി അതിഥി തന്റെ പുത്രന്മാരായ ദേവന്മാർക്ക് അവരുടെ സ്ഥാനം, സമ്പത്ത് തിരിച്ചു കിട്ടണമെന്ന് വീണ്ടും ഭഗവാനെ ആരാധിക്കണം എന്നാണ് ആഗ്രഹിച്ചെന്നുള്ളത് ആർക്ക് മനസ്സിലായി? ഭഗവാന് മനസ്സിലായി. അപ്പൊ ഭഗവാൻ ഒരു കാര്യം പറയാണ്, ദൈത്യന്മാരിൽ പലരും ബ്രാഹ്മണന്മാരുടെ അനുഗ്രഹം കൊണ്ട് സംരക്ഷിക്കപ്പെട്ടവരായതുകൊണ്ട് തന്നെ അവരെ നേരിട്ട് പരാജയപ്പെടുത്തുക എന്നുള്ളത് എളുപ്പത്തിൽ നടക്കുന്ന കാര്യമല്ല. അപ്പൊ ഭഗവാൻ പറയുന്നത്, ഈ ദൈത്യന്മാരാണെങ്കിലും ഇവരൊക്കെ ആരുടെ ആരുടെ സംരക്ഷണത്തിലാണ്? ബ്രാഹ്മണന്മാരുടെ സംരക്ഷണത്തിലും അനുഗ്രഹത്തിലും ഇരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് അവരെ നേരിട്ട് പരാജയപ്പെടുത്താനായിട്ട് എളുപ്പമല്ല എന്ന് പറയണം. അപ്പോൾ സാധാരണ ശക്തി പ്രയോഗത്തിലൂടെ ഈ പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ സാധിക്കില്ല എന്നുള്ളത് ഇവിടെ ആര് പറയാണ്? ഭഗവാൻ അതിഥിയോട് പറയാണ്. അപ്പൊ അതിഥി പക്ഷെ എന്തിവിടെ ചെയ്തിട്ടുണ്ട്? പയോവ്രതം അനുഷ്ഠിച്ചിട്ടുണ്ട്. അപ്പൊ ഭഗവാൻ പറയാണ്, അതിഥിയുടെ ചെയ്ത പയോവ്രതത്തിന്റെ ഭക്തിപൂർവമായിട്ടുള്ള ആരാധനയും കാരണം കൊണ്ട് ഭഗവാൻ സന്തുഷ്ടനായത് കൊണ്ട് തന്നെ ഒരിക്കലും എന്തുണ്ടാവില്ല, അത് ഫലമില്ലാതെ പോകില്ല. ഒരിക്കലും ഫലമില്ലാതെ പോകില്ല എന്നുള്ളൊരു ഉറപ്പ് ആര് കൊടുക്കാണ്? ഭഗവാൻ കൊടുക്കാണ്. തുടർന്ന് ഭഗവാൻ മനോഹരമായിട്ടുള്ള ഒരു വാഗ്ദാനം അവിടെ കൊടുക്കാണ്. എന്താണ് കൊടുക്കുന്നത്? എന്റെ അംശത്തോടെ ഞാൻ നിന്റെ പുത്രനായിട്ട് അവതരിച്ചുകൊണ്ട് നിന്റെ പുത്രന്മാരെ ഞാൻ സംരക്ഷിക്കാന്നുള്ളൊരു വാഗ്ദാനം ആര് കൊടുക്കും? അവിടെ ഭഗവാൻ കൊടുക്കും. ഞാൻ എന്റെ അംശം നിന്റെ പുത്രനായിട്ട് അവതരിച്ചുകൊണ്ട് നിന്റെ പുത്രന്മാരെ ഞാൻ സംരക്ഷിക്കാം എന്നാണ് ഇവിടെ ആര് പറയുന്നത്? ഭഗവാൻ അവിടെ ഒരു വാഗ്ദാനം അതിഥിക്ക് കൊടുക്കുകയാണ്. അപ്പൊ ഭഗവാൻ അതിഥിയുടെ പുത്രനായിട്ട് അവതരിക്കാന്ന് സമ്മതിക്കാണ്. പയോവ്രതം എടുത്തു, ഇത്ര ഭക്തിയോടുകൂടി ഭഗവാൻ ആരാധിച്ചപ്പോ ഭഗവാൻ സ്വയം അതിഥിയുടെ പുത്രനായിട്ട് അവതരിക്കുന്ന സമ്മതിക്കാണ്. അങ്ങനെ അതിഥി തന്റെ ഭർത്താവായിട്ടുള്ള കശ്യപ മുനിയെ ഭഗവാന്റെ സാന്നിധ്യമുള്ളവനായിട്ട് കണ്ട് അദ്ദേഹത്തെ സേവിക്കുക എന്നാണ് ഭഗവാൻ ഒരു നിർദ്ദേശം കൊടുക്കുന്നത്. തന്റെ ഭർത്താവായിട്ടുള്ള കശ്യപ മുനിയെ ഭഗവാന്റെ സാന്നിധ്യമുള്ളവനായിട്ട് കണ്ടുകൊണ്ട് അദ്ദേഹത്തെ സേവിക്കണമെന്ന് ഭഗവാൻ നിർദ്ദേശിക്കും. ഇത് ആരോടും പറയരുത്, ഈ രഹസ്യം ആരോടും പറയരുതെന്നും ഭഗവാൻ നിർദ്ദേശിച്ചു. അങ്ങനെ എന്താ നമുക്ക് മനസ്സിലാക്കുന്നത്, നമ്മൾ ഇവിടെ ഭഗവാന് ആത്മാർത്ഥമായിട്ട് നമ്മൾ ഭഗവാനെ ആരാധിച്ചു കഴിഞ്ഞാൽ, ഭക്തിയോടുകൂടി ആരാധിച്ചാൽ ഒരിക്കലും അതെന്താവില്ല, അത് വെറുതെ ആവില്ല എന്ന് മാത്രമല്ല, ആ ഭക്തന്റെ ആഗ്രഹം അറിഞ്ഞുകൊണ്ട് അതിന് അനുയോജ്യമായ രീതിയിൽ അത് ആര് നിറവേറ്റിത്തരും? ഭഗവാൻ നിറവേറ്റിത്തരും. അങ്ങനെ മൂന്നാമത്തെ ഭാഗത്തിലേക്ക് കടക്കുമ്പോൾ 21 മുതൽ 28 വരെയുള്ള ശ്ലോകത്തില് ഭഗവാന്റെ അംശം അതിഥിയുടെ ഗർഭത്തില് പ്രവേശിക്കുന്നതായിട്ടാണ് മൂന്നാമത്തെ ഭാഗത്തില് പറയുന്നത്. ഹരേഷ്ണ മാതാജി ഒന്ന് മ്യൂട്ട് ചെയ്തോളൂ മാതാജി. അപ്പൊ ഹരേ കൃഷ്ണ, ഇന്ദു മാതാജി ഒന്ന്. ഹരേ കൃഷ്ണ മാതാജി മ്യൂട്ട് ചെയ്യാം. അതിഥിക്ക് ഈ അപ്പൊ അടുത്ത ഭാഗത്തിൽ പറയുന്നത്, അതിഥിക്ക് ഈ അപൂർവമായിട്ടുള്ള അനുഗ്രഹം നൽകിയ ശേഷം ഭഗവാൻ അവിടെ നിന്ന് അപ്രത്യക്ഷമായി. ഭഗവാൻ തന്റെ പുത്രനായിട്ട് അവതരിക്കുന്നറിഞ്ഞ് അതിഥി വളരെ സന്തോഷത്തോടു കൂടി അത് ആരോട് പറയാണ്? കശ്യപ മുനിയോട് സമീപിച്ച് അദ്ദേഹത്തോട് പറഞ്ഞു. അപ്പൊ കശ്യപ മുനിക്ക് സമാധിയിലൂടെ ഭഗവാന്റെ അംശം തന്റെ ഉള്ളിൽ പ്രവേശിച്ചിരിക്കുന്നതായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. പിന്നീട് അദ്ദേഹം എന്ത് ചെയ്തു? ആ ദിവ്യശക്തിയെ അതിഥിയുടെ ഗർഭത്തില് സ്ഥാപിച്ചു. അപ്പോൾ നമ്മളെ ഭൗതിക ലോകത്തിൽ നമ്മൾ കാണുന്ന രീതിയിലല്ല ഭഗവാൻ അവതരിക്കുന്നത്, ഗർഭം ധരിക്കുന്നതൊന്നും അങ്ങനെയല്ല. എല്ലാം എന്താണ്? അതീന്ദ്രിയമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ടത്. അപ്പോൾ കശ്യപ മഹർഷിക്ക് മനസ്സിലാവാണ് സമാധിയിലൂടെ ഭഗവാന്റെ അംശം
തൻ്റെ ഉള്ളിൽ പ്രവേശിച്ചു. അപ്പൊ അദ്ദേഹം ആ ദിവ്യശക്തിയെ അതിഥിയുടെ ഗർഭത്തില് സ്ഥാപിച്ചു. ഇവിടെ സാധാരണ മനുഷ്യരുടെ പോലെയല്ല ഭഗവാന്റെ ജനനം ഒന്നും നമുക്ക് മനസ്സിലാക്കാം. ഭഗവാന്റെ അവതാരം എന്ന് പറയുന്നത് ദിവ്യമായിട്ടുള്ളതാണ്, പൂർണ്ണമായിട്ടുള്ളതാണ്. നമ്മുടെ ഭൗതിക ശരീരങ്ങൾക്ക് ഒന്നുമായിട്ടതൊന്നും യാതൊരു ബന്ധവുമില്ല. അങ്ങനെ അതിഥിയുടെ ഗർഭത്തില് ഭഗവാൻ പ്രവേശിച്ച വിവരം ബ്രഹ്മാവ് മനസ്സിലാക്കി. ബ്രഹ്മാവ് ഭഗവാനെ വിവിധ നാമങ്ങൾ കൊണ്ട് ഭഗവാനെ സ്തുതിച്ചു. പിന്നെ ഭഗവാൻ മൂന്ന് ലോകങ്ങളുടെ സൃഷ്ടി സ്ഥിതി സംഹാരം എല്ലാത്തിന്റെയും പരമകാരണനാണ് ആര്? ഭഗവാൻ എന്ന് പറഞ്ഞു. പിന്നെ കാലരൂപത്തിലുള്ള ഭഗവാൻ തന്നെയാണ് ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നത്. അങ്ങനെ സ്തുതിക്കുകയാണ് അതൊക്കെ. അങ്ങനെ ബ്രഹ്മാവ് ഒരു ഉപമ കൂടി പറയുന്നുണ്ട് അവിടെ. വെള്ളത്തിൽ മുങ്ങുന്ന ഒരാൾക്ക് ഒരു വള്ളം മാത്രമാണ് ആശ്രയം. അതേപോലെ തന്നെ ഈ സ്വർഗീയ സ്ഥാനം നഷ്ടപ്പെട്ട ദേവന്മാർക്ക് ആകെ ആശ്രയം ആര് മാത്രമേ ഉള്ളൂ? ഭഗവാൻ മാത്രമാണ് പരമാശ്രയം. വേറെ ഒരു ആശ്രയവും ഇല്ല. എല്ലാവരുടെയും എല്ലാ ജീവജാലങ്ങളുടെയും പരമമായ ആശ്രയം ആരാണ്? ഭഗവാൻ മാത്രമാണ്. ഭക്തന്മാരെ സംരക്ഷിക്കുന്നതിനായിട്ട് ഭഗവാൻ ആവശ്യാനുസരണം ഭഗവാൻ എന്താണ്? ഭഗവാന്റെ അവതാരങ്ങൾ എടുക്കുകയാണ്. അങ്ങനെ അധ്യായം അത്ര 28 ശ്ലോകങ്ങളോട് കൂടിയാണ് അധ്യായം അവസാനിക്കുന്നത്. 17ാമത്തെ അധ്യായം. ഇനി 18ാമത്തെ അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ ഭഗവാന്റെ വാമനാവതാര വർണ്ണനാണ്. വാമനാവതാരം എടുക്കുന്നതായിട്ടാണ് 18ാമത്തെ അധ്യായത്തില്. ഈ അധ്യായം കൂടി എടുത്തിട്ട് നമുക്ക് നിർത്താം. വാമനാവതാരത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇതും ചെറിയൊരു അധ്യായമാണ്. ഇതിലും 32 ശ്ലോകങ്ങളാണ് ഈ അധ്യായത്തിലുള്ളത്. 32 ശ്ലോകങ്ങള്. അപ്പൊ ഈ അധ്യായത്തില് വാമനാവതാരത്തെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പൊ ഭഗവാന്റെ വാമന അവതാരത്തെ കുറിച്ച്, ദിവ്യമായ അവതാരത്തെ കുറിച്ച് പറയാണ്. അപ്പൊ അതില് 1 മുതൽ 12 വരെ ഭഗവാന്റെ വാമന അവതാരത്തെ കുറിച്ചും അവതരിച്ചതിനെ കുറിച്ചും പിന്നെ രൂപത്തിന്റെ വർണ്ണന, അവതാരത്തിന്റെ സമയം, ഇതൊക്കെയാണ് അവിടെ പറയുന്നത്. അപ്പൊ ഇതില് അങ്ങനെ അതിഥിയുടെ കശ്യപ മുനിയുടെയും പ്രാർത്ഥനയിൽ സന്തുഷ്ടനായിട്ട് ഭഗവാൻ വിഷ്ണു ആ ദേവന്മാരുടെ ക്ഷേമത്തിനായിട്ട്, ദേവന്മാരെ സംരക്ഷിക്കാനായിട്ട് അതിഥിയുടെ ഗർഭത്തില് അവതരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അവതരിച്ച സമയത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. ഏറ്റവും മംഗളകരമായിട്ടുള്ള വാമനദേവന്റെ അവതാരം എന്ന് വെച്ചാൽ വളരെ മംഗളകരമായ ഒരു സമയത്താണ് സംഭവിക്കുന്നത്. ഭാദ്രമാസത്തിലെ ശുക്ലപക്ഷ ദ്വാദശി, ശ്രവണ നക്ഷത്രം, അഭിജിത് മുഹൂർത്തം, സൂര്യൻ മധ്യാഹ്നത്തിൽ നിൽക്കുന്ന സമയം, അതായത് ദ്വാദശി, വിജയ ദ്വാദശി എന്നും അറിയപ്പെടുന്നു. ആ ഒരു സമയത്താണ് ആര് അവതരിക്കുന്നത്? ഭഗവാൻ വാമനദേവനായിട്ട് അവതരിക്കുന്നത്. അപ്പൊ ഭഗവാന്റെ അവതാരത്തോടു കൂടി 3 ലോകങ്ങളിലും സന്തോഷം നിറയാണ്. ഭഗവാൻ അവതരിച്ചു. അപ്പൊ ദേവന്മാര്, ബ്രാഹ്മണര്, പശുക്കള്, പർവ്വതങ്ങള്, നദികള്, സമുദ്രങ്ങൾ, എല്ലാ ജീവജാലങ്ങൾക്കും വളരെയധികം ആനന്ദഭരിതരാവാണ് എല്ലാവരും. പിന്നെ ശംഖും ദുന്ദിതികളും മൃദംഗങ്ങളെല്ലാം മുഴങ്ങി, അപ്സരസുകൾ നൃത്തം ചെയ്തു, ഗന്ധർവന്മാർ പാട്ടുപാടി, മഹർഷിമാർ ഭഗവാനെ സ്തുതിച്ചു, പുഷ്പവൃഷ്ടി നടത്തി. അങ്ങനെ ഭഗവാൻ അവതരിച്ചുകൊണ്ട് ആ ഒരു സന്തോഷം എല്ലാവരും അനുഭവിക്കുകയാണ്. അവർ ആനന്ദത്തിൽ അത് ആഘോഷിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഭഗവാന്റെ വാമനദേവന്റെ ആ രൂപത്തെ കുറിച്ച് പറയാണ്. അതിഥിയുടെ ഗർഭത്തിൽ നിന്ന് ഒരു സാധാരണ ഒരു കുഞ്ഞിനെ പോലെയല്ല ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടത്. ആദ്യം അദ്ദേഹം എങ്ങനെയാണ്? ചതുർഭുജനായിട്ടുള്ള നാരായണ രൂപത്തിൽ തന്നെയാണ് ഇവിടെ വാമന അവതാരമായിട്ടും ഭഗവാൻ എടുക്കുന്നത്. അതായത് ശംഖുചക്ര ഗദാ പത്മത്തോടു കൂടി 4 കൈകളോട് കൂടിയാണ് ഭഗവാൻ അവതരിക്കുന്നത്. മഞ്ഞ പീതാംബരം ധരിച്ച്, വിരിഞ്ഞ താമരപ്പൂവിനെ പോലെ മനോഹരമായ കണ്ണുകള്, വക്ഷസില് ശ്രീ വത്സചിഹ്നം, കഴുത്തില് കൗസ്തുഭമണി, മനോഹരമായ വനമാല, മകരാകൃതിയിലുള്ള കുണ്ടലങ്ങള്, കിരീടം, വളകള്, കങ്കണങ്ങൾ, അരപ്പട്ട, നുപുരങ്ങൾ എന്നിവയാൽ അലങ്കരിക്കപ്പെട്ട ദിവ്യമായ ശരീരം, ഭഗവാന്റെ ശരീരത്തിൽ നിന്നുള്ള ദിവ്യപ്രഭ കശ്യപമുനിയുടെ ഭവനത്തിലെ ഇരുട്ടിനെ പോലും ഇല്ലാതാക്കി എന്ന് പറഞ്ഞ അത്രയും പ്രഭയോടുകൂടിയാണ് ഇവിടെ ആര് അവതരിച്ചത്? ഭഗവാൻ അവതരിച്ചത്. പിന്നെ വാമന രൂപം അതിഥിയും കശ്യപമുനിയും നോക്കി നിൽക്കുമ്പോൾ തന്നെ ഭഗവാൻ എന്ത് ചെയ്തു? തന്റെ യോഗമായയില് ഉടൻ തന്നെ ചെറിയൊരു ബ്രാഹ്മണ രൂപമായിട്ട് സ്വീകരിച്ചു. ബ്രാഹ്മണ ബാലന്റെ രൂപം സ്വീകരിക്കുകയാണ്. അത് വാമനദേവന്റെ രൂപം. അതാണ് വാമനദേവന്റെ രൂപം. ആദ്യം നാരായണ രൂപത്തിൽ വന്നു. അതിനുശേഷമാണ് ഏത് രൂപം സ്വീകരിക്കുന്നത്? ഈ ബ്രാഹ്മണ ബാലന്റെ രൂപം സ്വീകരിച്ചു. അപ്പൊ അതിനുശേഷം ഭഗവാൻ ഇവിടെ പറയുന്നത് എന്താണ്? ഭഗവാൻ ആ രൂപം സ്വീകരിച്ചെങ്കിൽ അപ്പൊ വാമന രൂപം വന്നപ്പോ എന്തായി? വളരെ ചെറിയൊരു രൂപമാണ് അല്ലെ? പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന എന്താണ്? ഈ വാമനദേവന്റെ ശരീരം എന്ന് പറഞ്ഞത് ഒരിക്കലും എന്തല്ല? ഭൗതികമായ ശരീരമല്ല. ഭഗവാൻ ഈ നാരായണ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടതും പിന്നീട് വാമന രൂപം സ്വീകരിച്ചതൊക്കെ എങ്ങനെയാണ്? ഒരു നടൻ വേഷം മാറുന്നത് പോലെയാണ്. നമുക്ക് ഒരു നാടക വേഷം മാറിയിട്ട് അടുത്ത വേഷം സ്വീകരിക്കുന്നത് പോലെയാണ് ഭഗവാനെ സംബന്ധിച്ച് രൂപം മാറും ഒക്കെ ചെയ്യുന്നത്. അതൊരു വ്യക്തി തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. ആരാണ്? പരമപുരുഷനായ ഭഗവാൻ തന്നെ. അങ്ങനെ 2ാമത്തെ ഭാഗത്തില് വാമന
ബ്രഹ്മചാരിയുടെ രൂപം ദിവ്യമായിട്ടുള്ള കുറെ ആയുധങ്ങളൊക്കെ സ്വീകരിക്കുന്നതിനെ കുറിച്ച് പറയാണ്. വാമനദേവൻ ഒരു ചെറിയ ബ്രഹ്മചാരിയുടെ രൂപം സ്വീകരിച്ചു. മഹർഷിമാർ അദ്ദേഹത്തിന്റെ ജന്മകർമ്മങ്ങളും ഉപനയനാദി ചടങ്ങുകളൊക്കെ നടത്തി. പിന്നീട് പല ദേവതമാര് വാമനദേവൻ ബ്രഹ്മചാരിക്ക് അനുയോജ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ സമർപ്പിച്ചു. അപ്പൊ അദ്ദേഹത്തിന്റെ വേഷം എന്ന് പറയുന്നത് മുഞ്ചപ്പുല്ല് കൊണ്ട് അദ്ദേഹം അരപ്പട്ട ധരിച്ചു, മാൻതോല് മേൽവസ്ത്രമായിട്ട് ധരിച്ചു, പവിത്രമായിട്ടുള്ള യജ്ഞോപവീതം ധരിച്ചു, ജടാമുടി ധരിച്ചു, കയ്യില് ദണ്ഡം, പിന്നെ കമണ്ടുലു, തലയില് കുട, ഭിക്ഷ സ്വീകരിക്കാനുള്ള പാത്രം, ജപമാല തുടങ്ങിയതൊക്കെ അദ്ദേഹം സ്വീകരിച്ചു. ഇതൊക്കെ ആരാ നൽകിയത്? ഇതൊക്കെ നൽകിയത് സൂര്യദേവൻ ഗായത്രി മന്ത്ര ഉപദേശം, ബൃഹസ്പതി ബ്രഹ്മസൂത്രം, കശ്യപ മുനി അരപ്പട്ട, ഭൂമിദേവി മാൻതോല്, ചന്ദ്രദേവൻ ബ്രഹ്മദണ്ഡ്, അതിഥി വസ്ത്രം, സ്വർഗാധിപനായിട്ട് കുട, ബ്രഹ്മാവ് കമണ്ടല്, സപ്തർഷിമാര് കുശപ്പുല്ല്, സരസ്വതി ദേവി അക്ഷമാല, കുബേരൻ ഭിക്ഷാപാത്രം, ഉമാദേവി ആദ്യ ഭിക്ഷ കൊടുത്തു. അങ്ങനെ വാമനദേവൻ എന്ന് വെച്ചാൽ ഭഗവാനാണ്, ഭഗവാന്റെ തന്നെ അവതാരമാണ്. ഭഗവാൻ പരമേശ്വരനായിരുന്നിട്ട് കൂടി ഒരു വിനീതനായിട്ടുള്ള ഒരു ബ്രഹ്മചാരിയുടെ രൂപത്തില് യാഗശാലയിലേക്ക്, ഇവിടെ യാഗം നടത്തുന്ന ആ ശാലയിലേക്ക് പോകാനായിട്ട് തയ്യാറെടുക്കുകയാണ് ഇവിടെ. അപ്പൊ വാമനദേവന്റെ തേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര തേജസ്സാണ്. ആരുടെ? നമ്മൾ പറഞ്ഞില്ല, കശ്യപ മഹർഷിയുടെ ആ വീട്ടില് ഇരുട്ട് പോലും പ്രകാശിച്ച അത്രയും പ്രകാശമാണ് ആരുടെ? വാമനദേവന്റെ പ്രകാശം, തേജസ് എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹം യാഗശാലയിലേക്ക് പ്രവേശിച്ചപ്പോ അവിടെ ഉണ്ടായിരുന്ന ഋഷിമാരുടെയും പുരോഹിതന്മാരുടെയും തേജസ് പോലും അദ്ദേഹത്തിന്റെ തേജസ്സിന് മുന്നിൽ മങ്ങിപ്പോയി എന്നാ പറയുന്നത്. അപ്പൊ അവിടെ ആ സമയത്ത് യാഗശാലയിൽ പ്രവേശിച്ചപ്പോ അവിടെ മഹർഷിമാരും പുരോഹിതരൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവരുടെ തേജസ് പോലും ആ നമ്മുടെ വാമനദേവന്റെ തേജസ്സിന്റെ മുന്നില് മങ്ങിപ്പോയി. അപ്പൊ അവരുടെ മനസ്സിൽ സംശയം ഉണ്ടാവാണ്, ഇത് ആരാണ്? സൂര്യദേവനാണോ, അഗ്നിദേവനാണോ, സനത്കുമാരനാണോ, ആരാണ്? കാരണം ഇത്രയും തേജസ് ഉള്ളൊരു ബാലൻ. വാമനദേവന്റെ ശരീരം വളരെ ചെറുതാണെങ്കിലും അദ്ദേഹത്തിന്റെ തേജസ് അതിരില്ലാത്ത പോലെയാണ്. അത്ര തേജസ്സോടു കൂടിയാണ് വാമനദേവൻ ചെല്ലുന്നത്. പിന്നെ മൂന്നാമത്തെ ഭാഗം, അതായത് 26 മുതൽ 32 വരെയുള്ള ശ്ലോകത്തിൽ പറയുന്നത് ബലി മഹാരാജാവ് വാമനദേവനെ സ്വീകരിക്കുന്ന ഭാഗമാണ്. അപ്പൊ ബലി മഹാരാജാവ് ഭൃഗുവംശത്തിലെ ബ്രാഹ്മണന്മാരുടെ നേതൃത്വത്തിൽ വലിയ അശ്വമേധം യാഗം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടേക്കാണ് ഇപ്പൊ ആര് ചെല്ലുന്നത്? വാമനദേവൻ ചെല്ലുന്നത്. അപ്പൊ വാമനദേവൻ ബലിയുടെ യാഗത്തെ കുറിച്ച് അറിഞ്ഞ് ബലി മഹാരാജാവിന് പ്രത്യേക കൃപ നൽകുന്നതിനായിട്ട് ഭഗവാൻ അവിടേക്ക് പുറപ്പെട്ടു. അങ്ങനെയാണ് പോകുന്നത്. അപ്പൊ വാമനദേവന്റെ യാത്രയിൽ നമ്മൾ പറഞ്ഞില്ല എങ്ങനെയാണ്? ചെറിയൊരു ശരീരമാണ്, കയ്യിൽ ദണ്ഡുണ്ട്, കമണ്ടലുണ്ട്, കുടയുണ്ട്, ബ്രഹ്മചാരിയുടെ വേഷമാണ്. അങ്ങനെ ചെറിയൊരു ശരീരം, മനുഷ്യന്റെ ശരീരം, സാധാരണ മനുഷ്യന്റെ ശരീരമല്ല. പക്ഷെ നമുക്ക് എന്താണ് അറിയാം, ദിവ്യ ശരീരമാണെങ്കിലും ആ ഭാരത്താൽ ഓരോ ചുവടിലും എങ്ങനെയാണ് ഭൂമി താഴേക്ക് പോകുന്നത് പോലെ അനുഭവപ്പെട്ടു എന്നാ പറയുന്നത്, ചെറിയൊരു ശരീരമാണെങ്കിൽ കൂടി. പിന്നെ യാഗശാലയിൽ ബലി മഹാരാജാവിന്റെ യാഗശാല എന്ന് പറയുന്നത് നർമ്മദാ നദിയുടെ വടക്കേ കരയിലുള്ള ഭൃഗുകച്ചം എന്ന സ്ഥലത്താണ് യാഗശാല. അവിടേക്ക് ആരെത്തി? വാമനദേവൻ എത്തി. ദൂരെ നിന്ന് തന്നെ കണ്ടപ്പോ ഭൃഗുവംശത്തിലെ പുരോഹിതന്മാർക്ക് അദ്ദേഹത്തിന്റെ തേജസ് സൂര്യൻ ഉദിച്ച പോലെയാണ് തോന്നിയത്. അദ്ദേഹത്തെ കണ്ടപ്പോ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് അദ്ദേഹത്തെ ആദരിച്ചു. വാമനദേവനെ കണ്ടപ്പോ, കാരണം അത്രയും തേജസ്സാണ്, അത് തേജസ്സുള്ള ഒരു വ്യക്തിയായിട്ടാണ് വരുന്നത്. അപ്പോ അദ്ദേഹത്തെ കണ്ടപ്പോ തന്നെ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് അദ്ദേഹത്തെ ആദരിക്കുകയാണ്. അപ്പൊ ബലി മഹാരാജാവ് അദ്ദേഹത്തെ കണ്ടപ്പോ വളരെയധികം സന്തോഷിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഇരിക്കാനായിട്ട് മനോഹരമായിട്ടൊരു ആസനം നൽകി ഭക്തിപൂർവ്വം അദ്ദേഹത്തെ സ്വാഗതം ചെയ്തു. ഭഗവാന്റെ പാദങ്ങൾ കഴുകി, പിന്നെ കഴുകിയിട്ട് ആ ജലം എന്താണ്? സ്വന്തം തലയിൽ സ്വീകരിച്ചു. അങ്ങനെയാ പറയുന്നത്, സ്വന്തം തലയിൽ സ്വീകരിച്ചു. അപ്പൊ വാമനദേവന്റെ പാദം കഴുകിയ ജലം പാപങ്ങളെ നീക്കുന്ന പവിത്ര ജലമാണെന്ന് ആര് മനസ്സിലാക്കാണ്? ബലി മഹാരാജാവ് മനസ്സിലാക്കി. എപ്രകാരമാണോ മഹാദേവൻ വിഷ്ണുപാദത്തിൽ നിന്ന് ഉത്ഭവിച്ച ഗംഗാജലം ശിരസിൽ സ്വീകരിച്ചതുപോലെ ബലി മഹാരാജാവും എന്ത് ചെയ്തു? അത് തലയിൽ സ്വീകരിച്ചു. പിന്നെ ബലി മഹാരാജാവ് പറയാണ്, അങ്ങ് ഞങ്ങളുടെ വീട്ടിൽ വന്നതുകൊണ്ട് ഞങ്ങളുടെ പൂർവികരെല്ലാം തൃപ്തരായി, ഞങ്ങളുടെ വംശം തന്നെ പവിത്രമായി, ഞങ്ങൾ ചെയ്യുന്ന യാഗവും പൂർണ്ണമായി. അപ്പൊ ബലി മഹാരാജാവ് വാമനദേവനോട് ചോദിക്കുകയാണ്, അങ്ങക്ക് എന്താണ് ആവശ്യം? പശുക്കളാണോ, സ്വർണമാണോ, വീടാണോ, ഗ്രാമങ്ങളാണോ, കുതിരകളാണോ, ആനകളാണോ, രഥങ്ങളാണോ? അങ്ങ് എന്താഗ്രഹിച്ചാലും ഞാൻ നൽകാം. അങ്ങക്ക് എന്താണ് വേണ്ടതെന്നാണ് ആര് ചോദിക്കുന്നത്? ബലി മഹാരാജാവ് ചോദിക്കുന്നത്. അപ്പൊ അതിനുള്ള ഉത്തരമായിട്ടാണ് നമ്മൾ അടുത്ത അധ്യായത്തിൽ എന്ത് പറയുന്നത്? 3 അടി ഭൂമി ആര് ചോദിക്കുന്നത്? ഭഗവാൻ ചോദിക്കുന്നത്. അപ്പൊ ഇവിടെ അത്രയാണ് ഈ അധ്യായത്തിൽ വന്ന് നിൽക്കുന്നത്.
18ാമത്തെ അധ്യായത്തിന്റെ ലാസ്റ്റ് ബലി മഹാരാജാവ് ചോദിക്കുന്നതാണ്, എന്താണ് അങ്ങക്ക് വേണ്ടത് എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, വഞ്ചാകൽപത രൂപേശ്ച കൃപാ സിന്ധോഭ്യവച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമ. അനന്ത കോടി വൈഷ്ണവ ഭക്തവൃന്ദി കി ജയ്, ശ്രീല പ്രഭുപാദി കി ജയ്, ഗുരുദേവ് കി ജയ്, നിത്തായ് ഗൗര പ്രേമാനന്ദേ ഹരി ഹരി ബോൽ. ഹരേ കൃഷ്ണ, എല്ലാവർക്കും പ്രണാമം. ഹരേ കൃഷ്ണ. ബാക്കി നമുക്ക് നാളെ. ഹരേ കൃഷ്ണ. പ്രണാമം മാതാജി. ഇന്ന് ഉത്രാടായെന്നൊരായിരിക്കില്ല, ഇന്ന് വളരെ കുറവല്ല നമ്മളെ ക്ലാസ്സിൽ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. 10 മിനിറ്റ് കൂടെ കഴിഞ്ഞാൽ പാരണ വിടാട്ടെ. ഹരേ കൃഷ്ണ മാതാജി. പ്രണാമം മാതാജി. ഹരേ കൃഷ്ണ. മാതാജി ഞാൻ ക്ലാസ്സിൽ കയറിയിട്ടുണ്ട് മാതാജി, കേൾക്കുന്നുണ്ട്. ആ മാതാജി ഉണ്ട്, പക്ഷെ നമ്മളിൽ ഇന്ന് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 60-70 പേരോളം കുറവല്ലേ ക്ലാസ്സിൽ. മാതാജി എനിക്ക് ഭാഗവതം ബുക്ക് വേണം. ഹരേ കൃഷ്ണ മാതാജി. പേര് പറഞ്ഞോളൂ. ഉത്തരാണ്ടായിട്ട് നല്ലൊരു കാര്യം ചെയ്യാം നമുക്ക് മാതാജി. ജയരിത ജയാനന്ദലാൽ. ഗിരിജ ജയാനന്ദ്. ജയരിത JRITH. ജയരിത ഫോൺ നമ്പർ ജയാനന്ദലാൽ. പറഞ്ഞ മാതാജി, ഫോൺ നമ്പർ പറഞ്ഞ. 96 ആ 45 ആ 14 ആ 22 ആ 01. 03 96 45 14 22 03. അതന്നെ അഡ്രസ് നമ്മള് അറിയിക്കണോ? ഞാൻ ഓക്കെ വിളിക്കാട്ടോ. ഹരേ കൃഷ്ണ മാതാജി. ഓക്കെ മാതാജി, താങ്ക് യു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രണാം മാതാജി. അപ്പൊ 8ാമത്തെ സ്കന്ധത്തിലേക്ക് മനസ്സിലാവുണ്ടല്ലോ. 8ാമത്തെ സ്കന്ധത്തിൽ ഇതിങ്ങനെ നടക്കും. നമുക്ക് ഈ ബുക്ക് ഉണ്ടെങ്കിലേ നമുക്ക് ഇത് അറിയാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ നമ്മള് നാളെയാണെങ്കിൽ ഇതിന്റെ ബാക്കിയുള്ള ഭാഗം നടക്കില്ല. ഇനി 3 അടി മണ്ണ് ദാനം ചോദിക്കുമ്പോ പിന്നെ ഭഗവാൻ എന്തൊക്കെയാണ് ബലി മഹാരാജാവിന് കൊടുക്കുന്നത്. നമ്മൾ പറയണത് എന്താണ്? പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിന്ന് അല്ലെ? അങ്ങനെയാണോ അതോ ഭഗവാൻ എന്താ പറയാ? അല്ല, നമ്മൾ പറയുന്നത് സുതലത്തിലാണ് ഇപ്പൊ നമുക്കെല്ലാം അറിയുന്നത്, അല്ലാത്തവരങ്ങനെയല്ലല്ലോ പറയുന്നത്. അപ്പൊ എന്താണ് ശരിക്കും അനുഗ്രഹിക്കുകയാണോ ചെയ്തത്, ബുദ്ധിമുട്ടിക്കുകയാണോ ചെയ്തെന്നുള്ളത് നമുക്ക് നാളെ മനസ്സിലാക്കാം. നാളെ ഇനി എത്ര പേരുണ്ടാവും അറിയില്ല ഓണായിട്ട്. എന്തായാലും നമുക്ക് നാളെ നോക്കാം. ഹരേ കൃഷ്ണ. അപ്പൊ ചെറിയൊരു പരിശ്രമം നടത്തിയതാണ് പ്രഭു പറഞ്ഞതുകൊണ്ട്. കാരണം 8ാമത്തെ സ്കന്ധം ഇങ്ങനൊന്നും ചെയ്ത് നോക്കിയിട്ടേ ഇല്ല, വായിച്ചു പോയിട്ടുണ്ടെന്നല്ലാണ്ട് ഇത് നോക്കിയിട്ടില്ലല്ലോ. ഹരേ കൃഷ്ണ. പിന്നെ നമുക്ക് ഉത്രാടായിട്ട് 2 പേരുടെ ബർത്ത്ഡേ ഉണ്ട്. നമുക്ക് ഉത്രാടം വളരെ നല്ലതായി. വാമനാവതാരം പറഞ്ഞത് വളരെ സന്തോഷായി. നാളെ വാമനാവതാരം അല്ലേ? പ്രഭു മാതാജി, പ്രഭു പറഞ്ഞിട്ടാ പറഞ്ഞത്. അത് കേൾക്കാനും അത് പറയാനും ഒക്കെ സാധിച്ചു ഭഗവാന്റെ കരുണ്യം. അതന്നെ, അത് സത്യം മാതാജി. ഹരേ കൃഷ്ണ. പിന്നെ സ്വപ്ന മാതാജിയുടെ മകള് ശ്രീലക്ഷ്മി മാതാജിയുടെ ബർത്ത്ഡേ ആണ്. പിന്നെ വേറെ പിന്നെ ഉണ്ടല്ലോ സുമംഗല മാതാജിയുടെ മകള് അശ്വതിയുടെ ബർത്ത്ഡേ ആണ്. അപ്പൊ ഒരു പ്രാവശ്യം നമുക്ക് അവർക്ക് വേണ്ടി നാമം ജപിക്കാം ആദ്യം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. അപ്പൊ എല്ലാവർക്കും പ്രണാമം. ഹരേ കൃഷ്ണ.